ജീവിതവും ഈശ്വര നിശ്ചയം. ഭാരതത്തിലെ പ്രശസ്തമായ ഋഷിമാരുടെ പ്രശസ്തമായ തത്വചിന്തകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് നീതിസാരം. ഈ പുസ്തകത്തിൽ നിന്ന് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദുഃഖം നിറഞ്ഞതായി തീരും. 1. കർമ്മം. നമുക്ക് ഈശ്വര നിമിത്തമായി കിട്ടിയതാണ് കർമ്മം. നാം ആരാകണം, എന്താകണം എന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് നമ്മുടെ ജീവിതത്തെ പാഴാക്കി കളയരുത്. 2. സഹധർമ്മം. നമുക്ക് ആരെയാണ് ഭാര്യയായി കിട്ടേണ്ടതെന്നും ഭർത്താവായി കിട്ടേണ്ടതെന്നും തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. നാം വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടരുത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ഇത്ര സ്ത്രീകളെ കണ്ടിട്ടും എനിക്ക് ഇവളെയാണല്ലോ ഭാര്യയായിട്ട് കിട്ടിയത്, ഞാൻ ഇത്ര പുരുഷന്മാരെ കണ്ടിട്ടും എനിക്ക് ഇവനെയാണല്ലോ ഭർത്താവായി കിട്ടിയത് എന്ന് ഓർത്ത് വ്യാകുലപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹനീയമായി തീരും. 3. ആയുസ്. നാം എത്ര കാലം ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് നമ്മുടെ ജീവിതവും വിലപ്പെട്ട സമയവും പാഴാക്കി കളയരുത്. നമുക്ക് കിട്ടുന്ന അത്രയും സമയം നാം കർമ്മത്തിൽ ഏർപ്പെടണം. 4. അർത്ഥം. നാം കോടീശ്വരനാകണോ ഭിക്ഷക്കാരനാകണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് ഒരു കോടീശ്വരനെ ഞൊടിയിടയിൽ ഭിക്ഷക്കാരനാക്കി മാറ്റുവാനും ഒരു ഭിക്ഷക്കാരനെ ഞൊടിയിടയിൽ കോടീശ്വരനാക്കി മാറ്റുവാനും കഴിയുമെന്ന സത്യം നാം എപ്പോഴും ഓർക്കണം. 5. മിത്രം. ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ മിത്രങ്ങൾ ഉണ്ടാവുക. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ മിത്രങ്ങൾ ഉണ്ടാവുക. പ്രശസ്തനായ ഇറ്റാലിയൻ കവി A.R. ബെർണാഡിൻ പറഞ്ഞ ഒരു പ്രശസ്തമായ വാക്യമുണ്ട്. Our life is the greatest gift of God. What we do in this life is our gift to God. നമ്മുടെ ജീവിതം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. നാം ഈ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം ദൈവത്തിന് തിരിച്ചു നൽകുന്ന സമ്മാനമാണ്. അമേരിക്കൻ കവിയായ ജോൺ ഗ്രീൻലീഫ് വിറ്റിയർ ഒരിക്കൽ പറഞ്ഞു, Of all sad words of tongue and pen, the saddest are these, it might have been. എഴുതുന്നതിലും പറയുന്നതിലും വെച്ച് ഏറ്റവും ദുഃഖകരമായ വാചകം ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യാതിരുന്നുവെങ്കിൽ എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ദുഃഖിക്കേണ്ടി വരികയില്ല, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ഞാൻ ഉയർന്ന സ്ഥാനത്തെത്തിയേനെ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മുടെ ജീവിതം പാഴായി പോവുകയേ ചെയ്യുകയുള്ളൂ. സത്യസായി ബാബയുടെ പ്രശസ്തമായ ഒരു വചനമുണ്ട്, നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലിവ് എവ്രി ഡേ. പ്രശസ്തമായ കവി ഉമർ ഖയ്യാം തന്റെ റുബയാത്ത് എന്ന കവിതയിൽ ഒരിക്കൽ എഴുതി, Dead yesterday, unborn tomorrow, why fret about them if today be sweet. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ. കടമനിട്ട രാമകൃഷ്ണൻ തന്റെ കുറത്തി എന്ന കവിതയിൽ എഴുതിയ മനോഹരമായ വചനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ അറിയില്ല നിങ്ങൾ എങ്ങനെ നിങ്ങളായി, നിങ്ങൾ അറിയണം നിങ്ങൾ എങ്ങനെ നിങ്ങളായി. എത്ര മനോഹരമായ അർത്ഥവത്തായ വരികളാണിതല്ലേ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിലെല്ലാം തൃപ്തിപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.